പൊടി ഇതിൽ ഏറ്റവും അർഹമായി തോന്നുന്ന ഒരു പേര് ഡോക്ടർ രാജഗോപാലിൻ്റെതാണ്. അദ്ദേഹം ക്യാൻസർ രോഗികൾക്ക് സാന്ത്വന ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ 1993 തുടങ്ങിയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ ഇന്ന് പല ശാഖകളും ഉപശാഖകളുമായി കേരളത്തിൽ മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ സമയത്ത് ഇതൊരു മാതൃകാ സെൻ്ററായിട്ടായിരുന്നു തുടങ്ങിയിട്ടുള്ളത്. അത് ലോകം മുഴുവൻ ഈ സെൻ്ററിനെ കുറിച്ച് അറിയാവുന്നതാണ്. ഡോക്ടർ രാജഗോപാൽ ഇതിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവം സമയം ഒന്നും നോക്കാതെ രോഗികൾക്ക് സാന്ത്വനം കൊടുക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ള ആൾക്കാരെല്ലാം ഇതിന് അർഹരാകാമെങ്കിലും ഇദ്ദേഹത്തിനാണ് ഈ തവണത്തെ പ്രഥമ TNG പുരസ്കാരം നൽകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെക്കാലത്തിന് ശേഷമാണ് കേരളം അന്താരാഷ്ട്ര രംഗത്ത് ഒരു മികവിൻ്റെ ഉദാഹരണമായി വിശ്വപ്രശസ്തി ആർജിക്കുന്നത്. കേരളത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ട് കഷ്ടിച്ച് 23 വർഷമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ തുടക്കക്കാരനെന്ന നിലയിൽ ഡോക്ടർ MR രാജഗോപാലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സുരേഷ് കുമാറും ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട വ്യക്തികളാണ്. ഇവരുടെ അംഗീകാരത്തിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ന്യൂയോർക്ക് ടൈംസ് അവരുടെ ഒരു ഫുൾ പേജ് നിറയെ കേരളത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ലേഖനം. അതുപോലെ തന്നെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന മെഡിക്കൽ ജേണലായ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ കേരളത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ലോകമെമ്പാടും മാതൃകയായി അംഗീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ലീഡ് ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തു. ഇതെല്ലാം നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ സംഭവങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയും കേരളത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് എന്ന സംഘടനയും ഈ സദുദ്യമത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു. ഇത്ര കണ്ട് നല്ലൊരു കാര്യം കൊച്ചു കേരളത്തിൽ ആരംഭിക്കാനും അതിനെ ഉന്നത മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിലനിർത്താനും മുൻകൈയെടുത്ത ഡോക്ടർ MR രാജഗോപാലിനെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഈ പ്രഥമ TNG അവാർഡ് അദ്ദേഹത്തിന് നൽകിയതിൻ്റെ പ്രധാന കാരണം തന്നെ ബഹുജന പങ്കാളിത്തം, അവഗണിക്കപ്പെട്ട ഒരു മേഖലയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ അതിന് പരിഹാരമാർഗമെന്നുള്ള നിലയിൽ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക, ആ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന രീതി കൊണ്ട് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിക്കുക, ഇവയെല്ലാം തന്നെ ഡോക്ടർ രാജഗോപാലിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനത്തിലൂടെ കേരളത്തിന് സാധിച്ചു എന്നതിലുള്ള അഭിമാനം പങ്കുവെക്കലാണ് ശ്രീ രാജഗോപാലിന് ഈ അവാർഡ് കൊടുക്കുന്നതിലൂടെ അവാർഡ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും ഈ സാന്ത്വന പരിചരണ പ്രസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു കേരള മാതൃക ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിൽ ഡോക്ടർ രാജഗോപാലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ സുരേഷ് കുമാറും വലിയ പങ്ക് വഹിച്ചു എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്ന ഗോപകുമാറിൻ്റെ പേരിലുള്ള ആദ്യത്തെ ആതുര സേവനത്തിലുള്ള അവാർഡ് പൊതുവെ അവഗണിക്കപ്പെട്ടു വരുന്ന രോഗികൾക്ക് വേണ്ടി സാന്ത്വന പരിചരണം നൽകുന്ന ഡോക്ടർ MR രാജഗോപാലിന് തന്നെ നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സംതൃപ്തിയുണ്ട്. മീഡിയയ്ക്ക് ഈ ഡോക്ടർമാരുടെ കയ്യിലിരിക്കുന്നത് പോലെ തന്നെ വലിയൊരു ശക്തിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ ശക്തിയാണ്. ആ ശക്തിയെ ഒരു നല്ല കാര്യത്തിൽ മനുഷ്യ നന്മയ്ക്കായിട്ട് എത്ര ശക്തിയുക്തമാണ് TNG അത് ഉപയോഗിച്ചത്. ആ ഒരു വ്യക്തിയും നിങ്ങളുടെ കണ്ണാടി എന്നുള്ള പരിപാടിയും കാരണം ജീവിതം മാറ്റിമറിക്കപ്പെട്ട് നരകയാതനയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവർ എത്രമാത്രമുണ്ട്. ഒരു 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 വലിയൊരു അച്ചീവ്മെൻ്റാണ് TN ഗോപകുമാർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിലൊരെണ്ണം ഇതിന് കിട്ടുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ സാർത്ഥകമായിട്ട് തോന്നുന്നു. ഒരു ധന്യമായ ഒരു ഫീലിംഗാണ് അതിനെപ്പറ്റിയുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു അവാർഡിന് സാധാരണ ഒരു അവാർഡിനേക്കാളും വളരെ കൂടുതൽ വിലയുണ്ട്. സാന്ത്വന ചികിത്സാ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ബീജാവാപം ചെയ്യുകയും ഇന്ന് അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ഒരു പ്രസ്ഥാനമായി മാറുകയും ലോകത്തിൻ്റെ ശ്രദ്ധ കേരളത്തിലെ ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കുകയും ചെയ്ത ഡോക്ടർ MR രാജഗോപാൽ കേരളത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ
ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും. റിപ്പബ്ലിക് ദിന ആശംസകളോടെ ശിവോഹം സെന്റർ ഓഫ് എക്സലൻസ് പള്ളിയാമുല, കണ്ണൂർ. ഫിനോലെക്സ് പൈപ്സ്